എന്റെ ഉമ്മമാരോട് പറയട്ടെ, ഉപ്പമാരോട് പറയട്ടെ, ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് പറയട്ടെ, ഇപ്പത്തെ കാലത്തുള്ള ആളുകൾ മരിക്കുമ്പോ ഈമാൻ കിട്ടി മരിക്കാൻ പ്രയാസമാണ്. കാരണം നിങ്ങൾ ഓരോ വീട്ടിലും കയറി പരിശോധിച്ചു നോക്ക്. ഉറൂസ് കഴിഞ്ഞു പോയാലും വേറെന്ത് സംഗതി കഴിഞ്ഞു പോയാലും നിസ്കാരം കഴിഞ്ഞു പോയാലും മത്തഹിയ തറാവീഹ് കഴിഞ്ഞു പോയാലും ഒക്കെ കിടക്കുമ്പോ രാവിലെ വരെ അവരെ കാതിലേക്ക് ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത് മുസ്ലിമായ മനുഷ്യൻ കേൾക്കൽ നിഷിദ്ധമായ ഹറാമായ ശബ്ദസംഗീതങ്ങളുടെ ശബ്ദകോശങ്ങൾ കേട്ടിട്ടാണ് സഹോദരങ്ങളെ പലരും ഉറങ്ങുന്നത്. എങ്ങനെ ഈമാൻ കിട്ടി മരിക്കാനാണ്? അവരെ കാതിൽ കൊളത്തി വെച്ച ആ ചെറിയ ആ ശബ്ദസാഗരം ഒന്ന് പുറത്തേക്കൊന്ന് വലിച്ചൂരിയെടുത്താൽ ഒരു മുസ്ലിമിന് കേൾക്കാൻ പറ്റാത്ത നെറുകേടുകളാണ് അതിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായ ഒരു ശബ്ദവും കേൾക്കരുത്. മ്യൂസിക് കേൾക്കൽ ഹറാമാണ്. തത്തുല്യമായ ശബ്ദസാഗരങ്ങൾ കേൾക്കുന്നതൊക്കെ നിഷിദ്ധമാണ്. മുസ്ലിമിന് കേൾക്കാൻ പറ്റിയ ഒരു ശബ്ദമുണ്ടെങ്കിൽ ദഫിന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. ദഫ് മുട്ട് മുസ്ലിമിന് കേൾക്കൽ സുന്നത്താണ്, അതിന് കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കേട്ടിട്ടുണ്ട്, കേൾക്കാൻ പ്രചോദനം നൽകിയിട്ടുണ്ട്. വേറെ കുറെ മുട്ടുകളുണ്ട്, അതിന്റെ മസലൊന്നും എനിക്കറിയില്ല, അത് അതിലേക്ക് ചേർത്ത് വായിക്കുകയും വേണ്ട. ഉണ്ടാക്കി കൂട്ടുന്ന കുറെ മുട്ടുകളുണ്ട്, അതിന്റെ വർത്താനല്ല ഞാൻ പറഞ്ഞു. അതും മറ്റേതൊക്കെ കണക്കന്നെ. ദഫ് എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വലിലെ കുട്ടികൾ മുട്ടുന്ന ദഫ് ഉണ്ടല്ലേ, ഇവിടെ ദഫ് മുട്ടല്ലേ, അതന്നെ ദഫ്. ദഫ് റാത്തീബ് ഉണ്ടാകുമല്ലോ ഇവിടൊക്കെ. ഉണ്ട്, ആ ദഫ്. അത് കേൾക്കൽ സുന്നത്തായ ശബ്ദം. എന്തെല്ലാമാണ് ഒരു മുസ്ലിമിന്റെ വീട്ടിൽ 4 റൂമുണ്ടെങ്കിൽ 4 റൂമിലും സിനിമയല്ലേ, 4 റൂമിലും മ്യൂസിക് അല്ലേ. എങ്ങനെ ബർക്കത്തുണ്ടാകാനാണ്? എങ്ങനെ വിജയിക്കാനാണ്? കേൾക്കാൻ പറ്റാത്ത ഒരു ശബ്ദം പോലും കേൾക്കാതെ മാറി നിൽക്കണം. കാണാൻ പറ്റാത്ത ഒരു രംഗം കാണാൻ കഴിയില്ലെങ്കിൽ മാറി നിൽക്കണം. മാറി നിൽക്കുന്നവനാണ് മുസ്ലിം മുഅ്മിൻ. വല്ലദീന